പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ ഇത്രത്തോളം മനോഹരമാക്കിയ, പാപത്തിൻ്റെ കുടുക്കുകളിൽപ്പെട്ട് നിത്യമായ നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ആത്മാവിനെ ആ നിത്യമായ നരകത്തിൽ നിന്ന് വലിച്ചെടുത്ത തൻ്റെ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് തൻ്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി മറുവിലയായി നൽകി നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവായ യേശു കർത്താവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ദൗത്യമാണ്. യേശുവിൻ്റെ സ്നേഹം ഒരിക്കലെങ്കിലും തിരിച്ചറിഞ്ഞ ഒരു ദൈവ പൈതൽ, അവൻ്റെ ഉള്ളിൽ യേശു ഉണ്ട് എങ്കിൽ, അവൻ്റെ ഉള്ളിൽ യേശുവിന് വസിക്കുവാനായിട്ട് ഹൃദയത്തെ തുറന്നു കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും അവൻ്റെ ഉള്ളിൽ ഒരു വാഞ്ചയുണ്ടായിരിക്കും. അവൻ്റെ ഉള്ളത്തിൽ നിറഞ്ഞു കവിയുന്ന ദൈവസ്നേഹം അത് മറ്റുള്ളവരിലേക്കും ഒഴുകണമെന്നുള്ളൊരു വാഞ്ച അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതിനെയാണ് സുവിശേഷീകരണം എന്ന് പറയുക. നമ്മുടെ ഉള്ളിലുള്ള സുവിശേഷം, യേശുവിൻ്റെ സ്നേഹം, ആ യേശുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഈ ലോകം പല വിധത്തിലുള്ള ആവശ്യങ്ങളാൽ നിറയപ്പെട്ടിരിക്കുകയാണ്. ഒരാവശ്യങ്ങളുമില്ലാത്ത ഒരു മനുഷ്യനും തന്നെയില്ല. എന്നാൽ ഈ ലോകം തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക സൊല്യൂഷൻ, ഏക പരിഹാരം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഒരു മനുഷ്യനോട് സുവിശേഷം പറയുമ്പോൾ സംഭവിക്കുന്നത് ആ മനുഷ്യനെ ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റുകയല്ല, അവനെ ഒരു മതം മാറ്റുന്ന ഒരു അനുഭവമല്ല അവിടെ ഉണ്ടാകുന്നത്. പാപത്താൽ ഹൃദയം അന്ധകാരത്താൽ നിറഞ്ഞിരിക്കുന്ന ആ മനുഷ്യനിലേക്ക് ദൈവീകമായിട്ടുള്ള വെളിച്ചം, സുവിശേഷത്തിൻ്റെ വെളിച്ചം പകർന്ന് അവൻ്റെ ഇരുളിനെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി അവൻ്റെ ഉള്ളിലേക്ക് ഈ വെളിച്ചം പകരുകയാണ്. എന്ന് പറഞ്ഞാൽ പിശാച് ഒരു മനുഷ്യനെ പ്രാകൃത മനുഷ്യനെ പോലെ, പൈശാചിക മനുഷ്യനെ പോലെ ആക്കി വച്ചിരിക്കുന്ന അവൻ്റെ ജീവിതത്തെ ദൈവസ്നേഹത്തെ പകർന്നുകൊണ്ട്, ദൈവസ്നേഹമാകുന്ന വെളിച്ചം അവൻ്റെ ഉള്ളിലേക്ക് പകർന്നുകൊണ്ട് അവനെ നല്ല ഒരു മനുഷ്യനാക്കി തീർക്കുകയാണ് ഈ സുവിശേഷം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്പം പോലും മടികൂടാതെ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാനായിട്ട് നാം സജ്ജരാക്കുക. കാരണം ഏതു മനുഷ്യനെയും ഈ നിത്യ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഒരു പക്ഷേ മറ്റൊരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന നമുക്ക് അതുപോലെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും നാം പറയുന്ന ഈ സുവിശേഷം അവൻ്റെ ഹൃദയത്തിലേക്ക് കയറും. അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഈ സുവിശേഷത്തിൻ്റെ ശക്തി അവനെ പുറത്തു കൊണ്ടുവരും. അവനും ഈ ദൈവത്തിൻ്റെ പൈതലായി മാറ്റപ്പെടും. അതുകൊണ്ട് തന്നെ മടികൂടാതെ, അല്പം പോലും ലജ്ജ കൂടാതെ സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് മാറ്റപ്പെടാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം വളരെ വിശദമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നയമാൻ. അതുപോലെ തന്നെ എലീശ എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ നമുക്ക് കാണാം. ആരായിരുന്നു നയമാൻ? അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ നാം കാണുകയാണ്. അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 പ്രത്യേകതകൾ അവിടെ നാം കാണുകയാണ്. 1, മഹാനായിട്ടുള്ള നയമാൻ. 2, മാന്യനായിട്ടുള്ള നയമാൻ. 3, പരാക്രമശാലിയായിട്ടുള്ള നയമാൻ. ഇദ്ദേഹത്തിൻ്റെ ഈ 3 പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട്, ഈ 3 സ്വഭാവ സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നയമാൻ അരാം എന്നുള്ള രാജ്യത്തിൻ്റെ സേനാപതിയായിരുന്നു. ഒരു ഹൈ കമാൻഡർ പൊസിഷനിൽ ഇരിക്കുന്ന, ആ ദേശത്തിൽ എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു നയമാൻ. അപ്പോൾ പരാക്രമശാലിയായ, മഹാനായ, മാന്യനായ അരാം രാജാവിൻ്റെ സൈന്യാധിപനായ നയമാൻ, എല്ലാവരാലും അറിയപ്പെടുന്ന, എല്ലാവരും നോക്കുമ്പോൾ മാന്യനായി തോന്നുന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാവുകയാണ്. എന്താണ് ആ പ്രശ്നം? തൊട്ടടുത്ത ഭാഗത്തിൽ നാം കാണുന്നു. എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ പ്രതിസന്ധി കടന്നു വരികയാണ്. ഏറ്റവും പ്രശസ്തനായിട്ടുള്ള, അരാം രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു മനുഷ്യനിതാ കുഷ്ഠരോഗിയായി മാറ്റപ്പെടുകയാണ്. ഇന്നത്തെ കാലത്തെ പോലെ കുഷ്ഠരോഗത്തിന് മരുന്നില്ലാത്ത, അതിന് യാതൊരു വൈദ്യസഹായങ്ങളും ലഭ്യമാകാത്ത ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം ബാധിക്കുന്ന ഒരു മനുഷ്യനെ ശാപഗ്രസ്തനായി കരുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് തന്നെ ആട്ടിപ്പായിക്കും. കുഷ്ഠരോഗികൾ പാർക്കുന്ന വേർപെട്ട ചില സ്ഥലങ്ങളുണ്ട്, ചില കോളനികളുണ്ട്. വനാന്തരത്തിൽ
ആ അപ്രകാരമുള്ള ഒരു കോളനിയിലേക്ക് ഈ മനുഷ്യൻ ഇതാ നാട് കടത്തപ്പെടുവാനായിട്ട് പോവുകയാണ്. എത്ര ശ്രേഷ്ഠനെന്ന് പറഞ്ഞാലും ഈ കുഷ്ഠരോഗം ബാധിക്കുന്ന ഒരു മനുഷ്യൻ ശാപഗ്രസ്തനെന്നെണ്ണി എല്ലാവരും അവനെ തള്ളിക്കളയും. അവൻ്റെ സ്വന്തം കുടുംബം പോലും അവനെ തള്ളിക്കളയുവാനായിട്ട് പോവുകയാണ്. നയമാൻ അത് ബോധ്യമുണ്ട്. അവനൊരു പക്ഷേ സൈന്യാധിപനായിരിക്കാം, പക്ഷേ അധികകാലം അവിടെ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. താനിതാ തള്ളപ്പെടുവാനായിട്ട് പോവുകയാണ് എന്നിരിക്കെ നയമാൻ ഒരു അറിവ് കിട്ടുകയാണ്. എലീശ എന്നുള്ളൊരു പ്രവാചകൻ ഇസ്രയേൽ രാജ്യത്തിലുണ്ട്. ഇസ്രയേൽ രാജ്യത്തിൽ എലീശ പ്രവാചകനുണ്ട് എന്നറിയുകയും തൻ്റെ പദവികളും തൻ്റെ പ്രശസ്തിയുടെയും ഒക്കെ ബലം കൊണ്ട് അദ്ദേഹത്തിന് ഇസ്രയേൽ രാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് അവസരം ലഭ്യമാവുകയും എലീശ പ്രവാചകനെ കാണുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം കൺക്ലൂഡ് ചെയ്യട്ടെ, പിന്നത്തേതിൽ ചില വചനങ്ങൾക്ക് ഇപ്പുറത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, എലീശ പ്രവാചകൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, നീ യോർദാൻ നദിയിൽ പോയി 7 തവണ മുങ്ങിക്കുളിക്കണം. അങ്ങനെ എലീശ പ്രവാചകൻ്റെ വാക്ക് കേട്ട് നയമാൻ 1 തവണ പൊങ്ങി തൻ്റെ ശരീരത്തിലേക്ക് നോക്കി. ഒരു വ്യത്യാസവുമില്ല. 2ആയി, 3ആയി, 4ആയി, 5ആയി, 6ആയി. 7ാമത്തെ തവണ താൻ പൊങ്ങുമ്പോൾ കാണുവാനായിട്ട് കഴിഞ്ഞത് മറ്റുള്ള എല്ലാവരും അത്ഭുതപ്പെടുമാറ് കുഷ്ഠരോഗം ബാധിച്ച് വ്രണങ്ങളാൽ നിറയപ്പെട്ട ശരീരം അഴുകി തുടങ്ങിയിരുന്ന കുഷ്ഠരോഗിയായ നയമാൻ്റെ ശരീരം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം പോലെ, ത്വക്കുപോലെ ആയി മാറ്റപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച നയമാൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. നയമാൻ്റെ ജീവിതം ആകെ മാറി. ഭൗതികമായിട്ടുള്ള ഒരു രോഗബാധിതനായി തീർന്ന നയമാൻ എലീശ പ്രവാചകൻ്റെ വാക്ക് കേട്ടനുസരിച്ചപ്പോൾ അവൻ്റെ ആവശ്യത്തിന് നിവൃത്തി ഉണ്ടാവുകയാണ്. അവൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയാണ്. അവൻ്റെ വിഷയം അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഇതേ അധ്യായത്തിൻ്റെ തന്നെ 14ാമത്തെ വചനം, അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായി തീർന്നു. നയമാൻ്റെ ജീവിതത്തിൽ നയമാൻ ഇതൊരു അത്ഭുതം കണ്ടിരിക്കുകയാണ്. നയമാൻ്റെ പ്രശ്നത്തിന് പരിഹാരം ലഭ്യമായിരിക്കുകയാണ്. എന്നാൽ ഈ നയമാനെ, ഈ പ്രശ്നം ബാധിച്ച ഈ നയമാനെ എലീശ പ്രവാചകൻ്റെ അടുക്കലേക്ക് എപ്രകാരമാണ് നയമാന് കടന്നു പോകുവാനായിട്ട് കഴിഞ്ഞത്? അല്ലെങ്കിൽ എലീശ എന്നുള്ളൊരു പ്രവാചകനുണ്ടെന്ന്, ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കുവാൻ അന്നത്തെ കാലത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന എലീശ എന്നുള്ളൊരു പ്രവാചകനുണ്ട് എന്ന് നയമാൻ എപ്രകാരമാണ് അറിവ് കിട്ടിയത്? നയമാനെ എലീശയിലേക്ക് കണക്ട് ചെയ്ത ആ കണക്റ്റിംഗ് പോയിന്റ് ഏതായിരുന്നു? ഇതേ അധ്യായത്തിൻ്റെ തന്നെ 2ാമത്തെ വചനം ശ്രദ്ധിക്കുക. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രയേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകൻ്റെ അടുക്കലൊന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ നമ്മളൊരു ചെറിയ പെൺകുട്ടിയെ കാണുകയാണ്, ഒരു കൊച്ചു പെൺകുട്ടി. ആ പെൺകുട്ടിയെപ്പറ്റി വചനത്തിൽ കാണുന്നത് ഈ അരാം രാജ്യത്തിൻ്റെ സൈന്യാധിപനായിരുന്നു നയമാൻ. അങ്ങനെ അരാം രാജ്യം ഒരിക്കൽ ഇസ്രയേലിലേക്ക് കടന്നു ചെന്ന് ചിലരെ അടിമകളാക്കി ഇവരുടെ അരാം ദേശത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അവർ പിടിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു ഇസ്രായേലിയ ബാല്യക്കാരിയായിരുന്നു ഈ ചെറിയ പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് എലീശ പ്രവാചകനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ തന്നെ പറ്റിയിട്ടുള്ള തൻ്റെ അത്ഭുതങ്ങളെ പറ്റിയൊക്കെ ഈ കൊച്ചു പെൺകുട്ടി കേട്ടിട്ടുണ്ടായിരിക്കാം. അവൾ കേട്ട ആ സത്യം, അവൾ എന്താണ് ചെയ്തത്? അവളിതാ ഒരു അടിമ ബാലികയായി ആ ഭവനത്തിൽ പാർക്കുമ്പോൾ തന്നെ തൻ്റെ യജമാനനൊരു പ്രശ്നമുണ്ട് എന്ന് കണ്ട്, തൻ്റെ യജമാനൻ്റെ ജീവിതത്തിൽ ഒരു വിഷയമുണ്ട് എന്ന് മനസ്സിലാക്കി, ആർക്കും സൗഖ്യം വരുത്തുവാനായിട്ട് കഴിയാത്ത ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അവളുടെ സ്ഥാനമൊക്കെ മറന്നുകൊണ്ട്, അവളുടെ ദൗർബല്യങ്ങളൊക്കെ മറന്നുകൊണ്ട്, അവളൊരു കൊച്ചു പെൺകുട്ടിയാണെന്ന് ഓർക്കാതെ അവൾ കേട്ടിട്ടുള്ളൊരു സത്യമുണ്ട്. എലീശ എന്നുള്ളൊരു പ്രവാചകൻ്റെ അടുക്കൽ പോയാൽ സൗഖ്യം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി നയമാൻ്റെ ഭാര്യയോട് ആ കാര്യം അറിയിക്കുകയാണ്. എലീശ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നാൽ യജമാനൊരു സൗഖ്യമുണ്ടാകുമെന്ന് പറയുകയാണ്. നോക്കുക, ആ പെൺകുട്ടിയുടെ ഒറ്റ വാക്കാണ് നയമാൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കൊണ്ടുവന്നത്. നയമാൻ്റെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ളൊരു വിഷയത്തിന് പരിഹാരം കൊണ്ടുവന്നത്. ആ പെൺകുട്ടിയുടെ ഒറ്റ വാക്ക് നയമാൻ അനുസരിച്ചപ്പോൾ അവൻ്റെ ജീവിതം തന്നെ മാറുകയാണ്. അവൻ്റെ ഭൗതികമായിട്ടുള്ള ആവശ്യം മാത്രമല്ല അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ 15ാമത്തെ വചനം വായിക്കുന്നു, ഇസ്രയേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു.
എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഇസ്രായേലിൻ്റെ ദൈവത്തെപ്പറ്റി അധികമൊന്നും നയമാനോട് പറഞ്ഞില്ല. താൻ പറഞ്ഞ ഒരേ ഒരു കാര്യം എലീശ പ്രവാചകനെ പറ്റിയിട്ടായിരുന്നു. എലീശ പ്രവാചകനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമായിരുന്നു ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഉത്തരവാദിത്വം താൻ പൂർത്തീകരിക്കുവാനായിട്ട് തയ്യാറായപ്പോൾ നയമാൻ എന്നുള്ളൊരു മനുഷ്യന് ഈ ദൈവത്തെ പറ്റി ഒരു അറിവ് കിട്ടുകയാണ്. ഈ ദൈവത്തിങ്കലേക്ക് അവൻ്റെ മനസ്സ് തിരിയുകയാണ്. തീർന്നില്ല. അതിൻ്റെ 17-ാമത്തെ വചനം, അടിയനിനി യഹോവയ്ക്കല്ലാതെ അന്യദൈവങ്ങൾക്ക് ഹോമയാഗവും ഹനനയാഗവും കഴിക്കയില്ല എന്നുള്ളൊരു തീരുമാനം നയമാൻ്റെ ജീവിതത്തിൽ താൻ എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ളൊരു മാനസാന്തരം നയമാൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നോക്കുക, ഒരു ഭൗതികമായ ആവശ്യത്തിൻ്റെ നിവൃത്തിക്കായി എലീശ പ്രവാചകനെ കാണുവാനായിട്ട് കടന്നുപോയ കുഷ്ഠരോഗിയായ നയമാൻ അവൻ്റെ ഭൗതികമായിട്ടുള്ള ആവശ്യത്തിന് മാത്രമല്ല പൂർത്തീകരണമുണ്ടായത്, അവൻ്റെ ആത്മീയത്തെ കൂടെ അത് തൊടുകയാണ്. എലീശ പ്രവാചകനുമായി ഒന്ന് നയമാൻ കണക്ട് ചെയ്തതേ ഉള്ളൂ, അവൻ്റെ ജീവിതം ആകെ മാറ്റപ്പെടുകയാണ്. അതിന് കാരണഭൂതനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ആ കൊച്ചു പെൺകുട്ടിയാണ്. അവൾ അറിഞ്ഞ സത്യത്തെ, അവൾ അറിഞ്ഞ എലീശ പ്രവാചകൻ എന്നുള്ളൊരു പ്രവാചകനെ സൗഖ്യമാക്കുവാൻ ശക്തിയുള്ള ആ എലീശ പ്രവാചകനുമായി ഈ നയമാനെ ഒന്ന് കണക്ട് ചെയ്യുവാനായിട്ട് താനൊരു കണക്റ്റിംഗ് പോയിൻ്റായി നിന്നപ്പോൾ, ഒരു പാലമായി നിന്നപ്പോൾ നയമാൻ്റെ ജീവിതം ആകെ മാറുകയാണ്. ഞാൻ വിശ്വസിക്കുകയാണ്, നയമാൻ മാത്രമല്ല, ഈ അത്ഭുത സൗഖ്യം പലരെയും ഈ ദൈവത്തോട് അടുപ്പിച്ചിട്ടുണ്ടാകും, പലരെയും ഈ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടാകും, പലരെയും ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഇന്നും ഈ ലോകത്തിൽ പല പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന നിരവധി പേരുണ്ട്. അവരെ ഒന്ന് യേശുവുമായി കണക്ട് ചെയ്യുവാൻ ഒരു പാലമായി നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുമോ? ഒരു പാലം പോലെ, ഒരു പാലം വെച്ച് ആ പാപത്തിൽ പെട്ടുകിടക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ യേശുവുമായിട്ടൊന്ന് കണക്ട് ചെയ്യിപ്പിക്കുവാനായിട്ട് ഒരു പാലമായി നമുക്ക് മാറ്റപ്പെടുവാനായിട്ട് കഴിയുമോ? സദൃശവാക്യങ്ങൾ 24-ാം അധ്യായം 11 ഇങ്ങനെ പറയുകയാണ്, മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൗത്യമാണ്. നിരവധി പേരെ പിശാച് മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, പാപത്തിൻ്റെ കരങ്ങൾക്കുള്ളിൽ പലരും പെട്ടുകിടക്കുമ്പോൾ, ആ കരങ്ങൾക്കുള്ളിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ ചിലരെ ആ തീയുടെ ശക്തിയിൽ നിന്ന്, ആ അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന്, ആ പാതാള നരകത്തിൽ നിന്ന് ചിലരെ വലിച്ചു കയറ്റുവാൻ ഒരു പാലമായി നമുക്ക് നിൽക്കാം. യേശു തന്നെ പറഞ്ഞു, മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15, അതിനുവേണ്ടി നാം ചെയ്യേണ്ട ഒരു കാര്യം, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. യേശു പറയുകയാണ്, ഈ സുവിശേഷം സകല സൃഷ്ടിയോടും പ്രസംഗിക്കുക. ഒരു പക്ഷേ ഒരു മൈക്ക് വെച്ച് കെട്ടി ഒരു കൺവെൻഷൻ യോഗത്തിൽ പ്രസംഗിക്കുന്നതിനേക്കാളും ഫലവത്താണ് നാം ചിലരോട് പേഴ്സണലായിട്ട് നമ്മുടെ സാക്ഷ്യങ്ങൾ പറയുന്നത്, നാം യേശുവുമായിട്ടുള്ള ബന്ധം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത്. അതൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്ന കാര്യമാണ്. ഇത് പകലിലൊരു തീരുമാനമെടുക്കുക, ഞാൻ ഈ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാൻ ഒരുക്കപ്പെടുകയാണ്. ഞാൻ അറിഞ്ഞ യേശുവിൻ്റെ സ്നേഹം, എന്നെ രക്ഷിച്ച യേശുവിൻ്റെ സ്നേഹം, എനിക്ക് വേണ്ടി ജീവൻ തന്ന, ജീവൻ മറുവിലയായി നൽകി തന്നെ ബലിയാടാക്കിയ എൻ്റെ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് പറയുവാൻ, മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് ഞാൻ തയ്യാറാവുകയാണ്. അങ്ങനെയുള്ളൊരു തീരുമാനത്തിന് ഉടമയായി ഇന്ന് മാറ്റപ്പെട്ടാൽ, നയമാനെ, അവൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ടതുപോലെ നമ്മുടെ ജീവിതത്തെ ദൈവം ഒന്ന് സ്റ്റിർ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവികമായിട്ടുള്ളൊരു ബോധ്യം ദൈവം തരുമാറാകട്ടെ. അപ്രകാരം യേശുവിനെ പറ്റി മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു.